വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നൊരു ബാക്ക് ടു സ്കൂൾ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നാളെയാണ് നമ്മുടെ സ്കൂളൊക്കെ തുറക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ സ്കൂളിലേക്ക് വാങ്ങിയ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ അൺബോക്സിംഗ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എനിക്ക് ഷോപ്പിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിന്ന് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ സാധനം വാങ്ങിയത് എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ രണ്ട് കവറിലായിട്ടാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ രണ്ട് കവറിലെ ഐറ്റംസുകളൊക്കെയാണ് ഞാൻ അൺബോക്സിംഗ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ഐറ്റംസും നേരെ നല്ല വലിയ വലിയ ഐറ്റംസിലോട്ടൊക്കെ പോകാം. അപ്പോൾ എൻ്റെ അനിയൻ്റെ ഐറ്റംസുകളൊക്കെയാണ് ഞാൻ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്കൂളിലേക്കുള്ള ഒരു മെയിൻ ആയിട്ടാണ് നമ്മുടെ ബാഗ് എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂൾ ബാഗ്. പക്ഷെ ഞാനും എൻ്റെ അനിയനും നമ്മുടെ ബാഗ് വാങ്ങിച്ചിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് തന്നെയുണ്ട്, ഒരു പ്രോബ്ലം ഇല്ല, അതിന് നല്ല പുത്തനായിട്ടുണ്ട് ആ ബാഗ്. അപ്പോൾ ഞാൻ പുതിയ ബാഗ് വാങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഇനി 7th-ലോട്ടാണ്, എൻ്റെ അനിയനെ UKG-ലോട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ 7th-ലോട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു കവറിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം ഞാൻ വാങ്ങിയത് ഒരു ഫയലാണ്. നല്ല ഗ്രീൻ കളറിലുള്ള ഫയൽ കേട്ടോ. ഇവിടെ മൈ ക്ലിയർ ബാഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പൂവൊക്കെ കണ്ടിട്ട് ഇവിടെ കണ്ട ഫ്ലവേഴ്സാണ് സെറ്റിൽ, നല്ല ഭംഗിയുണ്ട്, ഗ്രീൻ കളറ്. ഇതിവിടെ ഇങ്ങനെ തുറക്കുന്നതാണ് ഉള്ളിൽ ഇങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫയൽ കേട്ടോ. ഓക്കെ, ഇതാണ് ഫയൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, പിന്നെ ഇത് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റോൾസാണ്, നമ്മുടെ ബുക്ക് പോലെ ചട്ട എന്ന് പറയുമോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ട, നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രണ്ട്സ്. ഇത് എൻ്റേതാണ്, പിന്നെ ഇതെൻ്റെ അനിയൻ്റെയാണ്. എൻ്റെ പിങ്കും പിന്നെ ഷാലുവിൻ്റെത് ബ്ലൂ ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ടോപ്പ്. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം നോക്കാം. നെക്സ്റ്റ് ഐറ്റം ഇതാ നമ്മുടെ നെസ്ലീപ്പാണ് ഉള്ളത്. ഇതാണ് നെസ്ലീപ്പ്. അപ്പോൾ ഇതാണ് എൻ്റെ നെസ്ലീപ്പും ഇതെൻ്റെ അനിയൻ്റെ നെസ്ലീപ്പും ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയൻക്ക് നമ്മുടെ ബൈക്കും കാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ബൈക്കിൻ്റെ നെസ്ലീപ്പാണ് വാങ്ങിയത്, സൂപ്പർ ബൈക്കിൻ്റെ നെസ്ലീപ്പാണ് വാങ്ങിയത്. പിന്നെ എനിക്ക് തന്നെ നമ്മുടെ യൂണിക്കോൺ ഉണ്ടാവില്ലേ, നമ്മുടെ യൂണിക്കോണിൻ്റെ നെസ്ലീപ്പാണ് വാങ്ങിയത്. ഇതാണ് എൻ്റെ യൂണിക്കോണിൻ്റെ നെസ്ലീപ്പ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ നെസ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐറ്റംസിൽ മിക്ക എല്ലാ ഐറ്റംസും പിങ്ക് കളറായിട്ടാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ അനിയൻ്റെ പറഞ്ഞാൽ ബ്ലൂ കളറാണ്. അങ്ങനെ എടുത്ത് വാങ്ങിയതാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ നെസ്ലീപ്പായി. നമുക്ക് അടുത്ത ഐറ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ പൗച്ച് അറിയുന്നത്. അപ്പോൾ ഇത് എൻ്റെ സ്കൂളിലേക്ക് ഉള്ളതല്ല, ഇതിൻ്റെ മദ്രസയിലോട്ട് ഞാനൊരു പൗച്ച് വാങ്ങിയതാണ്. നമ്മുടെ ഒരു യൂണിക്കോണിൻ്റെ പൗച്ച്. നമ്മുടെ നെസ്ലീപ്പും നമ്മുടെ പൗച്ചും യൂണിക്കോണാണ്. ഇപ്പോൾ പറഞ്ഞില്ല, നമ്മുടെ പൗച്ച് പിങ്ക്, നമ്മുടെ പൊതിയുന്നത് പിങ്ക്, പിന്നെ നമ്മുടെ നെസ്ലീപ്പും പിങ്ക്, അങ്ങനെ എല്ലാം ഇപ്പോൾ പിങ്ക് ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് നമ്മുടെ മദ്രസയിലോട്ട് ഞാനൊരു പൗച്ച് വാങ്ങിയതാണ്. നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ഇതൊരു പൗച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത ഞാൻ സ്കൂളിലായിട്ട് ഒരു ചെരുപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്കൂളിലായിട്ട് ഒരു ബ്ലാക്കും ഗ്രീനും ഇവിടെ ഒരു ഗ്രീൻ കളറായിട്ടുള്ള ഒരു പൗച്ച് വാങ്ങിയിട്ടില്ല, നമ്മുടെ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലായിട്ട് ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിയതാണ്, സ്കൂളിലായിട്ട് മാത്രമായിട്ട് കേട്ടോ. പിന്നെന്താണ് നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കണ്ടത്. നമ്മളുടെ ക്യാമറിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ്. ഞാൻ ഉള്ളിൽ കാണിച്ചിടാം. ഇതാണ് നമ്മുടെ ക്യാമറിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഉള്ളിലുള്ളത്. റേസറ്, നമ്മുടെ ഷാർപ്പനർ, പിന്നെ നമ്മുടെ കോമ്പസും സ്കെയില്, പൊട്ടാറ്റോ സെറ്റ്സ്, അതൊക്കെ ആയിട്ടുള്ള ഒരു നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ്. ഇനി നമുക്ക് അടുത്തേക്ക് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ അതൊരു വൈറ്റ്നറാണ് കേട്ടോ. കണ്ടോ, ഞാൻ വാങ്ങിയതാണ് ഡോംസിൻ്റെ കമ്പനീൻ്റെ ഒരു വൈറ്റ്നറാണ്. അതാ ഒരു വൈറ്റ്നർ കേട്ടോ. ഡോംസിൻ്റെ വൈറ്റ്നർ നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റിയാലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പെന്നോണ്ട് എഴുതിയിട്ടുണ്ട്. തെറ്റുകയാണെങ്കിൽ വൈറ്റ്നർ കൊണ്ട് വാങ്ങിക്കാം. ഒരു വൈറ്റ്നർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത് കാണിച്ചാൽ ഇത് നമ്മളുടെ ഒരു പെന്നിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ 4 പെന്നുണ്ട്. ഇതിൽ 4 പെന്നിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. തുറന്ന് വാങ്ങിച്ചു. ഓക്കെ, നമ്മുടെ 4 പെന്ന് കേട്ടോ. 4 അതേപോലെ ബ്ലൂ, ഇത് 4 ബ്ലൂയിങ്കാണ്, 4 ബ്ലൂയിങ്കാണ്. നമുക്ക് അവിടേക്ക് വെക്കാം. പിന്നെ അടുത്തേക്ക് നോക്കാം. അടുത്തേക്ക് നമ്മൾ ക്രയോൺസ് ഉണ്ട്. നമ്മൾ 2 ക്രയോൺസ് വാങ്ങിയിട്ടുണ്ട്.
നമ്മൾ 2 ക്രയോൺസ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ 10ൻ്റെ 2 വാങ്ങിയിട്ടുണ്ട്. ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ അനിയനുമാണ്. 2 ഒരു ക്യാമലിൻ്റെ സോറി കളറ്. അടുത്തായിട്ടും ഒരു ബ്ലൂ ആണ്. നമ്മളുടെ ഒരു ഫെബിഗമിൻ്റെ ഒരു പശ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫെബിഗമിൻ്റെ പശ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഐറ്റം നമ്മുടെ ഹൈലൈറ്ററാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് കുറച്ച് ക്യൂട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഈ ഒരു ഹൈലൈറ്റർ പടം ഇവിടെ ഹൈലൈറ്ററിന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതായത് ഇവിടെ നമ്മളുടെ എന്തോ പൂച്ചേൻ്റെ അതിൻ്റെ ഒക്കെ കാലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിങ്ക് കളറിലാണ്. അപ്പോൾ അവിടെ വേറെയും കുറേ ഡാർക്ക് കളേഴ്സ് പെർപ്പിളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കത്തെ എഴുത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞ് എഴുത്തലുണ്ടാവുക. അപ്പോൾ അത് നല്ല കട്ടിയുള്ളതാണ്, നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അത് നല്ലൊരു ലൈറ്റ് പിങ്കാണ് കേട്ടോ. ലൈറ്റ് പിങ്കാണ്. അപ്പോൾ ഇതാണ് ഹൈലൈറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഐറ്റം നമുക്ക് ഇറേസേഴ്സ് കാണിച്ചത്. ഞാൻ ഇറേസർ വാങ്ങിയത് മൊത്തത്തിൽ എത്ര ഇറേസേഴ്സ് ഉണ്ട്? ഇതൊക്കെയാണ് നമ്മുടെ ഇറേസർ പറഞ്ഞത്. ഇത് നമ്മളുടെ ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഇത് ലിപ്സ്റ്റിക് അല്ല, നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഇറേസറാണ് കേട്ടോ. നമ്മുടെ ടോം ആൻഡ് ജെറിയുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഇറേസർ. നമ്മുടെ പെർപ്പിൾ കളറാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഇറേസറാണ്. പിന്നെ ഒരു അപ്സരൻ്റെ 2 ഇറേസർ കേട്ടോ. അപ്സരൻ്റെ ഒരു പിങ്കും യെല്ലോ കളറായിട്ടുള്ള അപ്സരൻ്റെ ഒരു കുഞ്ഞ് ഹാർട്ടിൻ്റെ ഒരു ഇറേസറാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇറേസേഴ്സിൻ്റെ കളക്ഷൻസ്. ഞങ്ങൾക്ക് ഷാർപ്പ്നർ ഒരു ഇറേസറും കൂടി ഉണ്ടായിരുന്നുണ്ടാ. നമ്മുടെ ലെക്സാർട്ടിൻ്റെ ഒരു ഇറേസർ ഉണ്ട്. ഞാൻ പെൻസിൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ ലെക്സാർട്ടിൻ്റെ പെൻസിലാണ്. ആ ഇറേസർ ഉണ്ടോ? അപ്പോൾ ഈ ഇറേസറും പിന്നെ ഈ പെൻസിലും കണ്ടിട്ട് ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഷാർപ്പ്നർ ഉണ്ടല്ലേ. ഇത് നമ്മുടെ ലെക്സാർട്ടിൻ്റെ ഷാർപ്പ്നർ. സ്കെയിലും കാണിച്ചു. അപ്പോൾ ഈ പെൻസിൽ ഇറേസർ പിന്നെ നമ്മുടെ ഷാർപ്പ്നറും സ്കെയിലും ഇതെല്ലാം കൂടി സെറ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ സെറ്റായിട്ട് നമ്മൾ 30 രൂപയ്ക്കാണ് ഇതെല്ലാം കൂടി സെറ്റായിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ ആ പാക്കറ്റൊക്കെ പോയി. അപ്പോൾ ഇത് സ്കെയിലൊക്കെ സെറ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. പിന്നെയും കുറച്ച് പെൻസിലും നമ്മുടെ സോറി ഇതൊരു പെന്നാണ്. ഇത് 3 അപ്സരൻ്റെ പെൻസിലാണ്. അപ്പോൾ ഇത് 2 എൻ്റെ അനിയനെ എന്നിപ്പോൾ എന്നെ കുറിപ്പിച്ചു കേട്ടോ. 3 അപ്സരയുടെ പെൻസിലുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ഒരു ടെക്നോ ടിപ്പിൻ്റെ നമ്മളുടെ ഒരു ബ്ലാക്ക് സെല്ലോ എന്നൊക്കെ. ഇത് ബ്ലാക്ക് പിങ്കാണ്. എനിക്ക് ഈ ടെക്നോ ടിപ്പിൻ്റെ പെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് പിങ്ക് വാങ്ങിയതാണ്. ഒന്ന് വാങ്ങിക്കോളും. ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് ഐറ്റം കാണിച്ചത്. നെക്സ്റ്റ് ആയിട്ട് വീണ്ടും സ്കെയിലാണ്. 2 ക്യാമലിൻ്റെ നമ്മുടെ റൂൾ സെറ്റൊക്കെ ഞങ്ങൾ 2 സ്കെയിലുണ്ട്. പിന്നെ അതാ ഒരു ഷാർപ്പ്നർ ഞാൻ കാണിച്ചാൽ. ഈ ഷാർപ്പ്നർ കണ്ടാൽ ഫ്രണ്ട്സ് നമ്മുടെ ഗ്രീനും പിങ്കും ആയിട്ടുള്ളതാണ്. നമ്മളെ കൂടിപ്പിച്ചിട്ട് നമ്മളെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഉണ്ടാവും. ഇവിടെ അങ്ങനെ തുറക്കാം. ആ ചണ്ടിയൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് അടിച്ച് വെക്കാം ഉണ്ടാവും. നമുക്ക് അതിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മുടെ വലിച്ചെറിയുന്ന പ്രോബ്ലം ഇതിൽ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു ഇതല്ല നമ്മുടെ ഷാർപ്പ്നർ നോക്കി വാങ്ങിയതാണ്. പിന്നെ അത് പെന്നാണ് അടുത്തത്. ഇത് നമ്മുടെ റോയിട്ടോൻ്റെ ജെല്ലിങ്കാണ്. ജെൽ പെന്നാണത്. റോയിട്ടോൻ്റെ ഒരു ബ്ലൂയിങ് കാണിക്കുന്നത് ജെൽ പെന്നാണ്. അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് റെഡിങ് ആണ് കേട്ടോ. റെഡ് റെഡിങ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ വിചാരിച്ചു ബ്ലാക്ക് ഇങ്കാണ്. പക്ഷേ ഇത് ബ്ലൂ ആണ്. നമ്മുടെ സെല്ലോൻ്റെ ഒരു സെല്ലോ പെന്നിൻ്റെ ഒരു ബ്ലൂ പെന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. വീണ്ടും ഒരു പെൻസിൽ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഒരു കവറിലുള്ളത്. അപ്പോൾ ഈ കവർ കാര്യമായി. ഇനി നമ്മുടെ മെയിൻ ഐറ്റംസായ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കവറിലുള്ളത്. അപ്പം ഇനി ഞാൻ ഈ ഒരു കവറ് കാണിച്ചത്. ഇതിലാണ് നമ്മളെ മെയിൻ ഐറ്റം. വാട്ടർ ബോട്ടിൽ, ബോക്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിലാണ്. ഇനി എടുത്ത് തുറക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ഒരു കവർ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇതിലാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ വാട്ടർ ബോട്ടിൽ, ബോക്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിലാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽ കാണാം. ഇതാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ കേട്ടോ. പിങ്ക് കളറുള്ള വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ഇതേപോലത്തെ വാട്ടർ ബോട്ടിൽ തന്നെ എൻ്റെ അനിയനിപ്പോൾ കണ്ടാം. നമ്മുടെ അനിയനിക്ക് നമ്മുടെ ബ്ലാക്കും എനിക്ക് പിങ്കും ആണ് കേട്ടോ വാങ്ങിയത്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബ്ലാക്കാണ്. അപ്പോൾ ആദ്യം എനിക്കായിരുന്നു ഇതേപോലത്തെ വാട്ടർ ബോട്ടിൽ 2 എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക്
പക്ഷെ എൻ്റെ വാട്ടർ ബോട്ടിൽ എന്തോ കറ മതിയുണ്ട്. ഞാൻ നേരെ മാറ്റി പിങ്ക് വാങ്ങിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ കൊള്ളും കേട്ടോ. അങ്ങനെയാണ് നല്ല വെള്ളം കൊള്ളും കേട്ടോ. ഇതിൽ മോഡ് ഇങ്ങനെയാണ് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അനിയനിക്ക് വാങ്ങിയതും ഇത് എനിക്ക് വാങ്ങിയതാണ് പിങ്ക് കളറിലുള്ള വാട്ടർ ബോട്ടിൽ കേട്ടോ. ഇവിടെ ഉണ്ടല്ലേ നമ്മുടെ സ്പോർട്സിന് അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓൻ്റെയിലും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ ബോക്സ് കാണാം കേട്ടോ. അപ്പം എനിക്കും ബോക്സാണ് കേട്ടോ വാങ്ങിയത്. എൻ്റെ ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബോക്സ്, നമ്മുടെ ഡ്രാഗൻ്റെ ആയിട്ടുള്ള. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ അനിയനിക്കുള്ളതാണ്. അപ്പോൾ എൻ്റെ അനിയൻ്റെ സ്കൂളൊക്കെ പോയിട്ടില്ല, നമ്മുടെ വെക്കേഷനൊക്കെ ആവില്ലേ. അപ്പോൾ അവനക്ക് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാ കുട്ടികൾക്കായിട്ട് ഈ ഒരു ബോക്സാണ് കൊടുത്തത്. ഗിഫ്റ്റായിട്ട് എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ബോക്സ് വേണ്ട, വേറെ ബോക്സ് മതിയെന്ന്. അപ്പോൾ എന്താണ് എനിക്ക് ഇത് വേണ്ടാന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെ കണ്ടില്ല നമ്മുടെ ഷാർപ്പ്നറിൻ്റെ ഇവിടെ കണ്ടില്ല ഷാർപ്പ്നർ. പക്ഷെ ഇവിടെ നെക്കിയാൽ ഇങ്ങനെ തുറക്കൂല. അപ്പോൾ ഇങ്ങനെ നെക്കുന്നത് തുറക്കണമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് അവർക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ വേറെ മോഡലാണ് കണ്ടോ. അവിടെ സൈക്കിളിലുണ്ട് 2 സൈക്കിളിൻ്റെ ടയേഴ്സ് ആയിട്ടാണ് കൂർക്കുള്ള അവിടെ ഷാർപ്പ്നർ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനോണ്ട് ഉമ്മ പറഞ്ഞു ഈ ഒരു ബോക്സ് എന്തിനും എനിക്ക് എടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ബോക്സ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നല്ല ബോക്സാണ്, നല്ല ക്വാളിറ്റി ഉള്ള ബോക്സാണ്. ഞാൻ തുറന്ന് കാണിച്ചത് കാരണം ഉള്ളിൽ ഇങ്ങനെ നമുക്ക് പെൻസിൽ വെക്കാം. അപ്പോൾ നമ്മളുടെ ഷാർപ്പ്നർ ഉണ്ട് ഇവിടെ. ഞാൻ ബാക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വേറെ ഒരു പ്രത്യേകത ഉണ്ട് ബാക്കിൽ. നമ്മൾ ബാക്കിൽ കണ്ടോ ഫ്രണ്ട്സ്, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട് കേട്ടോ. ബാക്കിൽ നമ്മുടെ മാത്സിൻ്റെ ടേബിൾ ഉണ്ട് ഇവിടെ. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നോക്കി ഇതാട്ടോ മാത്സിൻ്റെ ടേബിൾ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ അനിയൻ്റെ ബോക്സ് കാണാം. അപ്പം എൻ്റെ അനിയൻ്റെ ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ അനിയൻക്ക് വാങ്ങിയ ബോക്സ്. ഇത് നമ്മുടെ ചോട്ടാ ഭീമിൻ്റെ ബോക്സാണ്. ചോട്ടാ ഭീമിൻ്റെ ബോക്സാണ്. ഉള്ളിൽ കാണിച്ചത് നമ്മൾ ബ്ലൂ കളറാണ് കേട്ടോ എൻ്റെ ബോക്സ്. അപ്പോൾ എൻ്റേത് ഈ ഒരു ബ്ലൂ ആണ് കളർ. ഇതിൻ്റെ കളർ എനിക്കറിയില്ല. ഓക്കെ, ഇനി ഞാൻ എൻ്റെ അനിയൻ്റെ ബോക്സ് കാണിച്ചു തരാം. കണ്ടോ, അനിയൻ്റെ ബോക്സിൽ കണ്ടില്ല. ഇതിന് വേണ്ടിയിട്ടാണ് അവന് പുതിയ ബോക്സ് വാങ്ങിയത്. കണ്ടോ, നമ്മുടെ ഷാപ്പിൽ കണ്ടില്ല ഇതിങ്ങനെ നെക്കൂട്ടാണ്. കണ്ടോ, നെക്കും കണ്ടില്ല ഇതിങ്ങനെ തുറക്കും. ഇതാണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഹാർട്ട് ഉണ്ട്. ഇത് നെക്കുന്ന ഒരു ഷാർപ്പ്നർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഫ്രണ്ട്സ് നമ്മുടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം. കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കറണ്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ ഈ ഒരു ലൈറ്റ് കത്തിച്ച് കാണിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത അതാണ് ഉള്ളിൽ. പിന്നെ ഇതാ ഇവിടെ ഉണ്ടോ നല്ല വലിപ്പമുള്ള ബോക്സാണ്. ഇവിടെ നല്ല കൊള്ളുള്ളൂ, നല്ല ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ ഇതെല്ലാം കാണിക്കുന്നത് ഇതാണ്. ഇവിടെ ഇവിടെ ചോട്ടാ ഭീമിൻ്റെ ബോക്സാണ്. ഓക്കെ, ഇതാണ് എൻ്റെ അനിയൻ്റെ ബോക്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സ് കാണാം. അപ്പോൾ ഇത് എൻ്റെ ലഞ്ച് ബോക്സ് അല്ല, എൻ്റെ അനിയൻ്റെ ലഞ്ച് ബോക്സാണ്. എൻ്റെ അനിയൻ്റെ ലഞ്ച് ബോക്സ് കാണാം. ഇതാണ് എൻ്റെ അനിയൻ്റെ ലഞ്ച് ബോക്സ്. നല്ല ഭംഗിയില്ല ഫ്രണ്ട്സ്. എനിക്കിപ്പോൾ വാങ്ങിയ ഐറ്റംസിൽ ഇതാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ലഞ്ച് ബോക്സ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയല്ലേ ഇവിടെ കണ്ടില്ല. ഞാനിത് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ്റെ ലഞ്ച് ബോക്സ്. അപ്പോൾ ഇതിൻ്റെ പിങ്ക് ഞാൻ ആ ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടില്ല, ചിലപ്പോൾ ഇതിൻ്റെ പിങ്ക് കളർ എനിക്ക് വാങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ്. ഇപ്പോൾ എൻ്റെ അനിയൻ്റെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ലഞ്ച് ബോക്സ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് നമ്മുടെ സ്റ്റീലും അല്ല ഫൈബറും അല്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. എന്തുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ പൊട്ടിക്കും കേട്ടോ. ഓക്കെ, മുടി കാണാം. ചേട്ടാ ഇതാണ് മൂടി. ഇതാണ് ഇവിടെ ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടുള്ളത്. ഉള്ളിൽ ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇപ്പോൾ ഉള്ളിലാണെങ്കിൽ ഒരു കൂട്ടാൻ പാത്രമുണ്ട്. നമുക്ക് വേണമെങ്കിലോ കറിയോ ഉപ്പേരിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊണ്ടുപോകാൻ. ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ കൂട്ടുന്നത് നല്ല നമ്മൾ ഫൈബറും ഇല്ല സ്റ്റീലും അല്ല, അങ്ങനെയാണ്. ഇങ്ങനത്തെ ഒരു ഒരു കൂട്ടാൻ പാത്രം. പിന്നെ ഇത് നമ്മൾ സ്പൂണുണ്ട്. നമ്മളുടെ ഒരു ഫോർക്കിൻ്റെ സ്പൂണും പിന്നെ നമ്മൾ സാധാ ഒരു സ്പൂണും എടുക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലഞ്ച് ബോക്സ്. അപ്പോൾ അവർക്ക് ഇത് വാങ്ങിയതാണ്. ഉണ്ടാവുക ഇങ്ങനെയാണ്. നല്ല അത്യാവശ്യത്തിന് നല്ല ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ്റെ ലഞ്ച് ബോക്സ്. അപ്പോൾ ഇതേപോലത്തെ പിങ്ക് എനിക്ക് ചിലപ്പോൾ വാങ്ങും കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നത് വാങ്ങിയതിന് ശേഷം കേട്ടോ. അപ്പം ഇത്രയും ഐറ്റംസാണ് ഞാൻ ഷോപ്പിംഗ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബാക്ക് സ്കൂൾ ഷോപ്പിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പം നാളെ നമ്മുടെ സ്കൂളൊക്കെ തുറക്കുകയാണ്.
അപ്പോൾ ഞാൻ വലിയ എക്സൈറ്റഡിലാണ്. ഇത്രയും വെക്കേഷനൊക്കെ കഴിയുമ്പോൾ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ എല്ലാ ഐറ്റംസൊക്കെ ആയിട്ട് നാളെ സ്കൂളിലോട്ടൊക്കെ പോകും. അപ്പം നാളെ സ്കൂളിൽ പോകണ ഒരു ബാക്ക് ടു സ്കൂൾ വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും. സ്കൂളിലൊക്കെ പോകണ വിശേഷങ്ങളൊക്കെ ഒരു വ്ളോഗ്, കൊച്ചു വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണാം. അപ്പം ഈ ഒരു ബാക്ക് ടു സ്കൂൾ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് ഓളെന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും ഇതേപോലത്തെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ.